ഹലോ, ഇന്ന് പൊന്നാങ്കണ്ണി ചീര വെച്ചൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ സാധാ ചീരയായിരുന്നു ഇന്ന് ഒരു ദിവസം വെച്ചത്. ഇതെന്താണ് തൊട്ടുമീ പൊറിച്ച് വെച്ചിരുന്നതാണ്. ടാറ്റാ ടാറ്റ പറ. ഓ കൂസായി ഇപ്പം മീൻ എത്തത്തില്ല. ഞാൻ അടയ്ക്കാം, നീ ഇറങ്ങ്, ഞാൻ അടയ്ക്കാം. ഉത്തരവാദിത്തം വേണ്ടേ? അല്ലി വന്നത് കാരണം പെട്ടെന്ന് അപ്പം ചുറ്റത്. പക്ഷേ അല്ലി തിന്നാതെ പൊക്കളഞ്ഞ. അല്ലിക്ക് എന്തുവായിരുന്നു എന്തോ ഒരു വെപ്രാളം വേകാരം. ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി വീണ് പോയപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് അപ്പമൊക്കെ ചുട്ട് വെച്ചിട്ട് ആ തോട്ടുമീനെടുത്ത് വീണ്ടും വൃത്തിയാക്കാനായിട്ട് വെളിയിൽ കൊണ്ടു ചെന്നപ്പോഴത്തേന് മുണ്ടിരുന്ന വലിയ സോപ്പ് ഒട്ടിച്ച് വെച്ചേക്കുന്നു. പിന്നെ ഞാൻ അതിലേ കൂടെയൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കിയൊക്കെ ഉരച്ചൊക്കെ എടുത്ത് കുറേ കഴുകി കുറേ കളഞ്ഞ്. കാരണം ഇത് കിഴികിഴായിരിക്കുന്നത് കൈ പറ്റും. അപ്പോഴാണ് ഈ ചീര ഇങ്ങനെ പൂത്തിരിക്കുന്നതിനകത്ത് അങ്ങ് ചെറുതേൻ്റെ തുമ്പി ഉണ്ടോ, ഇവിടെ എവിടെയും ചെറുതേം കൂടെ ഉണ്ട്, ശരിക്ക് പറക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ചീര ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് തോനെ. അതുകൊണ്ട് ചെറുതേം തുമ്പിയുണ്ട്. ഞാൻ പിന്നെ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ കീറി എടുത്തിട്ട് ഇങ്ങനെ ഉരിച്ചെടുത്ത് ഒരു തുണി വെച്ച് പിടിച്ചാൽ മതി, നല്ല സൂപ്പറായിട്ട് ഇളകി വരും. ഞാൻ അങ്ങനെ അതൊക്കെ ഉരിഞ്ഞെടുത്തിട്ട് വെട്ടി തുണ്ടം ആക്കി പൊരിക്കാനും വേണ്ടിയൊക്കെ എല്ലാം ചെയ്താനും വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേന് നല്ല ഭംഗിയായിട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കിയപ്പം കൊഴിയാളയായതല്ല, ഇത് ഇന്നലത്തെ കൊഴിയാള ഞാൻ എടുത്ത് വറുത്തതാണ്. അതിൻ്റെ ഇടയിൽ വെളിയിൽ പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് മുറ്റത്ത് റോഡിൽ നിൽക്കുന്നു. ഞാനങ്ങനെ അവനടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഹിന്ദിയിൽ എന്തൊക്കെയോ എൻ്റെ കൂടെ പറഞ്ഞു. ഞാനപ്പോഴും പറഞ്ഞു എൻ്റെ വീട്ടിലെ കന്നടക്കാരൻ എന്തിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു വീട്ടിലുണ്ടെന്ന്. അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും നേറാത്തിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുപോകാമെന്ന് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വേറെ പാത്രത്തിലൊന്നും ആക്കാതെ ഒരു മുട്ടയുടെ ട്രേ അവിടെ ഇരുന്ന് അത് എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ പാത്രം വെച്ചപ്പോൾ എൻ്റെ മോൻ പറയുമോ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാണ് ഇനി തീ കത്തിക്കുന്ന മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് ചട്ടിക്കകത്ത് തീയതി. ഞാൻ പറഞ്ഞു ലൈറ്റെടുത്ത് കത്തിക്കുക. പിന്നെ ഞാൻ മുളകും കുരുമുളകും ഒക്കെ ഇടിച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇടിച്ച് അടിപൊളി ഒരു രസം ഉണ്ടാക്കിയെടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രസവും ചമ്മന്തിയും ഇന്നലത്തെ മീൻ കറിയും തോരനും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വീടിൻ്റെ മണ്ടയിൽ വെള്ളം കെട്ടുന്ന കാര്യം ഓർത്തത്. അങ്ങനെ ഞാൻ മണ്ടയിലോട്ട് കയറിപ്പോയി നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പായലെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഓവടഞ്ഞിരുന്നുകൊണ്ട് വെള്ളം പെരയ്ക്കകത്തോട്ട് ഇറങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടുകളാണത്. അങ്ങനെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് ചിലപ്പം വരുമ്പം വെള്ളപ്പൊക്കത്തിൽ കിടക്കും. അങ്ങനെ ഞാൻ പോയി അതെല്ലാം കോരിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ പെയ്യുന്നു. 2 ബക്കറ്റ് കൊണ്ടൊന്ന് ബാക്കിലിട്ട് 3 ബക്കറ്റ് കൊണ്ടൊന്ന് റോഡിലിട്ട്. റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നത് കൊണ്ട് ആൾക്കാർക്കൊരു വിഷമം. ഞാനതൊക്കെ കൊണ്ടുപോയി തട്ടുന്നുണ്ടപ്പോൾ പിന്നെ അവർക്കൊരു സമാധാനമുണ്ട്. ഞാനിടുന്നത് കണ്ടതുകൊണ്ട് ഇനി അവർക്കും ഇടാമല്ലോ. എല്ലാവരും റോഡിലാണ് ഈ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് തീയൊക്കെ കത്തിക്കുന്നത്, കരിയിലേക്ക്. അതുകൊണ്ട് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുറേ നേരമായിട്ട്. ഈ 2 തട്ടായിട്ട് വീട് വാർത്തേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത്. ഒറ്റ തട്ടായിരുന്നെങ്കിൽ എങ്ങനെയായാലും അതിൻ്റെ മണ്ടയിൽ തട്ടി കിടന്നേനായിരുന്നു. 2 തട്ടായതുകൊണ്ട് മേലത്തെ തട്ടിൽ നിന്ന് താഴത്തെ തട്ടി വന്നിട്ട് അവിടെ നിറഞ്ഞിട്ട് ഒരു എയർ ഹോൾ വെച്ചിട്ടുണ്ട്. ആ എയർ ഹോളിൽ കൂടെ പെരയ്ക്കകത്തോട്ടില്ല മട പൊട്ടി വെള്ളം വീഴുന്നതൊക്കെ വീഴും മഴ പെയ്ത് നിറയുമ്പം. അതുകൊണ്ട് ഈ വേസ്റ്റെല്ലാം അപ്പോഴപ്പോഴും നീക്കി കൊടുത്തില്ലേ പണി കിട്ടും. വീട്ടിൽ ആളില്ലാത്തപ്പോഴാണെങ്കിൽ ഇങ്ങനെ വന്ന് നീന്താം അതിനകത്ത് കിടന്ന്. പെരയ്ക്കകത്ത് സ്വിമ്മിങ് പൂളാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ റോഡിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോരുത്തരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. റോഡിലൊന്നും വേറെ ആരും വേസ്റ്റ് ഇട്ടിട്ടില്ല, ഈ റോഡ് പണി കഴിഞ്ഞിട്ട് കിടക്കുന്നതുകൊണ്ട്. ഇനിയിപ്പം ഞാൻ അവർക്കൊരു പ്രചോദനമായി. കണ്ടോ വൃത്തിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചെടി വേണ്ട പൂവൻ കോഴിയുടെ തൊപ്പി കണക്കിരിക്കുന്നു. പണ്ട് നമ്മളിങ്ങനെ പൂവൻ കോഴിയെ എടുത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ തൊപ്പി ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ ഓർമ്മ വന്നു. ഞാനതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അതിൻ്റെ അരിയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അപ്പുറത്ത് നിന്ന് ചെണ്ടുമല്ലിൻ്റെ കൂടെ ചോദിക്കുക എന്നെ ഒന്നും ലാളിക്കുന്നില്ലേ ഇത്. ഇതൊക്കെ ശരിയാണെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.